പ്രൈസ് ലോർഡ്. ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ദൈവത്തെ മറന്നു നീ പോകല്ലേ മനുഷ്യ, ജീവിതത്തിനർത്ഥം നഷ്ടമായിടും. ദൈവത്തെ മറന്നു നീ പോകല്ലേ മനുഷ്യ, ജീവിതത്തിനർത്ഥം നഷ്ടമായിടും. ഒന്നിനും സമയമില്ല തോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യന് സമയമില്ല ഒന്നിനും. ആമേൻ. മാതാപിതാക്കന്മാരെ കെയർ ചെയ്യുവാൻ, മുതിർന്നവരെ നോക്കുവാൻ, അല്ലെങ്കിൽ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുവാൻ, ഇല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ. പ്രിയപ്പെട്ട അവരെ ഒരു മനുഷ്യനും അത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ള ഒരു മനുഷ്യനും സമയമില്ലാതെ ഓടുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തൊക്കെ വെട്ടിപ്പിടിക്കാം, എന്തൊക്കെ നേടാം, എന്തൊക്കെ ഹല്ലേലൂയ കരസ്ഥമാക്കാം. ആ പാട്ടിൻ്റെ അവസാനം എങ്ങനെയാണ് പറയുന്നത്? എന്തൊക്കെ നേടിയാലും നീ ഹല്ലേലൂയ ഇതെല്ലാം ഉപേക്ഷിച്ച് നീ ഒരിക്കൽ പോകും. ഈ പാട്ടിൻ്റെ അവസാനം അങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നിനും സമയമില്ലാതെ ഓടുന്ന സഹോദര, എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനുണ്ട്. ഒന്ന് നിന്നേ, നിങ്ങളൊന്ന് കേട്ടെ. ഹല്ലേലൂയ. ഈ ഓട്ടം എങ്ങോട്ടാണെന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ ഓട്ടം എങ്ങോട്ടാണ്? ഈ ലോകത്തിൽ സകലതും വിട്ടിപ്പിടിച്ച് സകലതും കൈവശമാക്കി സകലതും നേടി ഹല്ലേലൂയ എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്രയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ നിങ്ങൾ എവിടെ ആയിരുന്നെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഹല്ലേലൂയ. ജനിച്ചതിന് ശേഷം നിങ്ങളുടെ എന്നെ ഇപ്പോൾ കേൾക്കുന്ന സമയം വരെയും നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കരുതേ. ഹല്ലേലൂയ. ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ച സകല അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഉറവിടമായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെ സകലത്തെയും സൃഷ്ടിച്ച ആ സൃഷ്ടിതാവിനെ നിങ്ങൾ മറക്കരുതെന്ന് ഹല്ലേലൂയ ദൈവവചനം പറയുന്നു. ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കരുത്. ഹല്ലേലൂയ. നമ്മളിൽ താഴ്ന്നവരോട്, നമ്മളിൽ എളിയവരോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എളിയവനോട് കൃപ കാണിക്കുന്നവൻ തൻ്റെ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ, തന്നിലെ വെളിയെ വരുന്ന നിനക്ക് മറ്റുള്ളവരെ തോന്നുന്നെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുവാൻ, അവർക്ക് എന്തെങ്കിലും നിന്നെ കൊണ്ടാകുന്ന ഒരു സഹായം ചെയ്യുവാൻ പ്രിയപ്പെട്ട സഹോദര, സ്നേഹിതാസ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. അതാ ദൈവം യേശു കർത്താവ് മാതൃക മനുഷ്യനായിട്ട് പിറന്ന ഓരോ മനുഷ്യനും മാതൃക കാണിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനപ്രകാരം ഇങ്ങനെ പറയുന്ന കർത്താവ് ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട സകല കഷ്ടതകളും പീഡകളും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അറിയാത്തയും കർത്താവ് എളുക്കാത്ത ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. കർത്താവിന് വിശന്നു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് കാലം നോക്കിയപ്പോൾ അതിൽ ഫലമൊന്നും കണ്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. വിശപ്പ് സഹിച്ചു, കഷ്ടത സഹിച്ചു, നിന്ദ സഹിച്ചു, അപമാനം സഹിച്ചു, അവസാനം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് ഹല്ലേലൂയ തമ്പുരാൻ എനിക്കും നിനക്കും വേണ്ടി ഹല്ലേലൂയ നിൻ്റെയും പാപം തീർക്കുവാൻ പ്രിയപ്പെട്ടവരെ എൻ്റെ യേശു കർത്താവ് ക്രൂശിതനായി. ഹല്ലേലൂയ. ഒരു പാവം ദൈവവചനം പറയുന്ന ഒരു പാവവും ഇല്ലാതിരുന്നിട്ടും അവൻ ഹല്ലേലൂയ സകല മാനവരാശിയുടെയും പാപത്തിന് വേണ്ടി ആ തമ്പുരാൻ്റെ ഹല്ലേലൂയ ചോര കുരിശിൽ തൻ്റെ ഹല്ലേലൂയ ജീവൻ ബലിയാടാക്കിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് ഒത്തിരി പേരെ മാതൃകയാക്കി, ഇല്ലെങ്കിൽ ഒത്തിരി പേരെ ഉപമ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലൊന്നാണ് ഒരു ശതാധിപനെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനത്തിൽ പറയുന്നു, ഇഷ്ടം പോലെ നന്മകൾ കാര്യങ്ങളൊക്കെയുള്ള ഒരു ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. തമ്പുരാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ അതുപോലെ ഹല്ലേലൂയ ശമരിയക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സഹായകനായ ഒരു ശമരിയക്കാരൻ. ഹല്ലേലൂയ. വഴിപോക്കനായ ഒരു ഹല്ലേലൂയ
ഒരാൾ വഴിയിൽ കള്ളന്മാർ ഉപദ്രവിക്കപ്പെട്ട് അവൻ തോളം ആക്കി മൃതപ്രയായനാക്കിയിട്ട് കള്ളന്മാർ ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം കടന്നു വന്ന് ഈ ശമരിയക്കാരൻ കടന്നു വന്ന് തന്നെ ലാവോളം ചെയ്തു. എന്നിട്ട് സഹായിച്ചു, അദ്ദേഹത്തിന് വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്തു. അടുത്ത സത്രത്തിൽ തന്നെ കൊണ്ട് ഏൽപ്പിച്ചേച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രത്തോളമൊക്കെ ഞാൻ ചെയ്തു, എനിക്കിനി പോകേണ്ടടുത്ത് പോകണം. എന്തെങ്കിലും അധികം നിങ്ങൾ അദ്ദേഹത്തിന് ചിലവാകാൻ വേണ്ടുന്ന സാമ്പത്തികം കൂടെ കൊടുത്തേച്ച് പറഞ്ഞു, ഇനി എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞാൻ പോകുന്നു, ഞാൻ മടങ്ങി വരുമ്പം അത് തന്നുകൊള്ളാമെന്ന്. യേശു കർത്താവ് ആ മാതൃക ഉപമയും പറഞ്ഞ മറ്റാരെക്കുറിച്ചല്ല, എൻ്റെ കർത്താവിനെ കുറിച്ചാണ്. എൻ്റെ തമ്പുരാൻ എനിക്കും നിനക്കും വേണ്ടി തമ്പുരാൻ്റെ സകല രക്തവും ഊറ്റി സകല പാവവും മനുഷ്യൻ്റെ സകല പാവവും അദ്ദേഹത്തിൻ്റെ മേളേറ്റുകൊണ്ട് മഹാബലിയായ ഒരു ദൈവം തമ്പുരാനുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവായ ബലിയാടായി മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ബലിയാടായി തീർന്ന ഒരു കർത്താവുണ്ടെങ്കിൽ അതെൻ്റെ മറ്റാരും ഈ ഭൂമി മലയാളത്തിൽ ഞാൻ എത്രയോ ദൈവങ്ങളെ സേവിച്ച് ആരാധിച്ച ഒന്നിൽ പോലും എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ നിങ്ങളുടെ പാപം ഞാൻ ഏറ്റുകൊള്ളാം, നിങ്ങളുടെ രോഗം ഞാൻ വഹിച്ചുകൊള്ളാം, നിങ്ങളെ ഞാൻ സൗഖ്യമാക്കാം, നിങ്ങൾ കർത്താവ് കാലിൽ തൊട്ടവരും ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവിനെ തൊട്ടവരും സൗഖ്യമായെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ചിലരെ കാലിൽ ചില സന്ദർഭങ്ങളിൽ എന്നോട് ചോദിക്കും എന്നും അസുഖമാണ് എന്നും രോഗമാണ്. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്, കർത്താവ് രോഗം ശീലിച്ചവനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് കഷ്ടത വന്നാലും എനിക്കൊരു പ്രയാസമില്ല, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും എനിക്കൊരു വേദനയില്ല. കാര്യമുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു കർത്താവിനെ പിൻപറ്റുന്ന ഒരു വിശ്വാസി പറയും, എനിക്ക് ഈ ലോകത്തിലെ ഒന്നും അല്ല വേണ്ടുന്നത്, എനിക്ക് നിത്യതയിൽ എൻ്റെ തമ്പുരാനോടുകൂടെ വാഴണം. അതുകൊണ്ട് പ്രിയ സ്നേഹിത, എല്ലാവർക്കും സകല ജീവജാലങ്ങൾക്കും ജീവനുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും, അത് മരങ്ങളാകട്ടെ, ഹല്ലേലൂയ, വൃക്ഷാദികളാകട്ടെ, അതുപോലെ പക്ഷി മൃഗാദികളാകട്ടെ, ഇവയ്ക്കെല്ലാം ജീവനുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നു മനുഷ്യന് ആത്മാവുണ്ട്, മനുഷ്യനുള്ളത് ഒന്ന് ആത്മാവും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, നിത്യയിൽ എത്തിച്ചേരുവാനും വേണ്ടിയാണ് മനുഷ്യൻ്റെ ആത്മാവ്. നീ ഇവിടെ നിന്ന് മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകരുത്, നഷ്ടപ്പെടുത്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പറയുന്നു, നിൻ്റെ നിത്യത നീ നഷ്ടപ്പെടുത്തിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു വരാറായി. എൻ്റെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. പ്രത്യാശയോടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയും പോലെ പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, യേശുവല്ലാതെ ഇല്ലവേ ഇല്ല ഒരു രക്ഷകൻ. ഹല്ലേലൂയ. ഈ യേശുവിനെ കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മനസ്സുണ്ടേ കേൾക്കുക, നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഞങ്ങൾ പറയും. ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ഒരു ദൗത്യമാണ് പ്രിയപ്പെട്ട സ്നേഹിത. അതുകൊണ്ട് ഒന്നിനും സമയമില്ല തോടുന്ന മനുഷ്യ, ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ദൈവത്തെ മറന്നു നീ പോകല്ലേ മനുഷ്യ, ജീവിതത്തിനർത്ഥം നഷ്ടമായിടും. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു വരാറായി. ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും എടുത്തു നോക്കിയാൽ കാലം അതിന് സമയമായിരിക്കുന്നു. നോഹയുടെ കാലം പോലെ ഒരു കാലം വീണ്ടും വരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. യേശു ക്രിസ്തു വരാറായെന്ന് വിളിച്ചു പറയുന്നതിൽ ഹല്ലേലൂയ മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ വരവിന് സമയമായി. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് സ്നേഹിക്കുന്നു. ഗോഡ് ഈസ് ലവ്. ഗോഡ് ബ്ലെസ് യു ആൾ. ഹല്ലേലൂയ.